നൂറ് 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 100 റുപ്യക്ക് പോലും കൊടുത്തിട്ടൊന്നും വാങ്ങാൻ ആരുമില്ല. 1,50,000 മുതൽ 100 റുപ്യ കൊടുത്തിട്ട് പോലും വാങ്ങാൻ ആരുമില്ല. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് 1,50,000 മുടക്കിയിട്ട് അടവിനും കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ പൈസ ആയിട്ട് വാങ്ങിയ മുതലോളായി കിടക്കണേ. എത്ര പാവങ്ങളെ കണ്ണീരാണ്. ഇതൊക്കെ ഇവരെ എവിടെ കൊണ്ടുപോയി തീർക്കും? ഞാൻ അന്ന് വളാഞ്ചേരിത്തെ വീഡിയോ ചെയ്തപ്പോ വളാഞ്ചേരി എന്ന് പറഞ്ഞു കോട്ടക്ക ഷോറൂം ഉണ്ട്. ഇത് കോട്ടക്ക വന്നപ്പോ കാണുന്ന അവസ്ഥയാണിത്. അപ്പൊ മക്കളെ ഇഞ്ഞെങ്കിലും ആരും ഇതിലൊന്നും കുടുങ്ങാതിരിക്കും. കാണുന്നൊക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ഉള്ള വണ്ടികളാട്ടാ. ഇതിനൊക്കെ കാരണം ഇവര് പറഞ്ഞത് എന്താ വെച്ചാൽ പാർട്സ് കിട്ടാനില്ല എന്നുള്ളതാണ്. ഈ പാർട്സ് കിട്ടാതെ ഇത്രയും സാധനങ്ങൾ ഇവർ എങ്ങനെ ഉണ്ടാക്കിയിട്ട് വണ്ടിക്ക് 1,00,000 വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 500 വണ്ടിയോളം ഇവിടെ ഉണ്ടാവും. ഒരു 5 കോടി രൂപ മുതലുണ്ടാവും ഇപ്പൊ ഇവിടെ. നമ്മളെ കായല്ലത് ഈ പാവപ്പെട്ടവന്റെ പൈസ നായ്ക്കളെയും മുക്കികള്. ഒലേന്റെ കമ്പനിയിൽ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മൂപ്പരാട് ചോദിച്ചോക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക്. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരാൻ കാരണം? എന്റെ സാലറി ഒന്നാമത് ഹോൾഡ് ആണ്. ലാസ്റ്റ് മന്തിൽ പെട്ടെന്നായിട്ട് കമ്പനികൾ മൊത്തത്തിൽ 14 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു നമുക്ക് മലപ്പുറത്ത്. അതിൽ 10ഓളം ബ്രാഞ്ചുകൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പൂട്ടി. അപ്പൊ ഇതില് ഒരുപാട് സ്റ്റാഫുകൾ ഇതേമാതിരി നടക്കുന്നുണ്ട്. സാലറി ഹോൾഡ് ആയവരുണ്ട്. ഞങ്ങൾക്ക് ഒരു 5-6 മാസത്തോളം ഇൻസെന്റീവ് കട്ടായിട്ടുണ്ട്. ഇൻസെന്റീവ് ഒന്നും കിട്ടാറില്ല. ഇത് ശരിക്കും ഇതിന്റെ മേലുള്ള ഒരു കളിച്ച് കളിയല്ലേ? ഇത് എന്താ ഇഷ്യൂ വെച്ചാലേ ഇത് ആർക്കും അറിയില്ല. നമുക്കൊരു പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരുന്നില്ല. ഇല്ല. നമുക്ക് വന്ന് പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകളോടാ. അവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ ആരോടാ നമ്മൾ ഇതൊക്കെ ചെന്ന് പറയാ? ഇനിയിപ്പോ ഒറ്റ മാർഗമുള്ളൂ. നമ്മൾ പോയിട്ട് കോടതിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുള്ള ഈ കണ്ട 100-500ഓളം വണ്ടിയുടെ ആൾക്കാരൊക്കെ പോയിട്ട് കോടതിയിൽ നമ്മളെ നിയമം ഉണ്ടല്ലോ അതിൽ പോയി കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് പരാതി കൊടുക്കി. എല്ലാവർക്കും അതിൻ്റെതായ വിധി കിട്ടും. നമ്മുടെ കോട്ടക്കൽ ഒരു ഷോറൂം ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പോയോക്കാന്നും പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വളാഞ്ചേരിയിൽ നിന്ന് തന്നെ വണ്ടി എടുത്ത് കുടുങ്ങിയ ഒരു സുഹൃത്തുണ്ട്. മൂപ്പരാളൊന്ന് പരിചയപ്പെടാം. എന്താ നിങ്ങൾ വണ്ടി എടുത്തിട്ട് എന്താ നിങ്ങൾ അനുഭവം? വണ്ടി ചാർജ് കയറുന്നില്ല. ചാർജ് കയറുന്നില്ല. എത്ര നിങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് നിന്നിട്ട്? ഒരു 5-6 മാസമായിട്ടുള്ളൂ. 5-6 മാസമായിട്ടുള്ളൂ കംപ്ലൈന്റ് ആയിട്ട് നിന്നിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് വേറെ ഇതിന് മുന്നൊന്നും കാണിക്കൊന്നും ചെയ്യാൻ? എന്തേ കാണിക്കാര് വളാഞ്ചേരി നിന്നാണ്, പട്ടാമ്പിയിൽ നിന്ന് എടുത്ത്. പട്ടാമ്പിന്ന് വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. വളാഞ്ചേരി ഷോറൂം കൊണ്ട് വളാഞ്ചേരി ഷോറൂം പൂട്ടിക്കണെന്ന് പറഞ്ഞു. പൂട്ടി പറഞ്ഞു. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ അടവിന് വണ്ടി എടുത്തവരുണ്ട്. അപ്പൊ ഇനി ഈ വണ്ടി കംപ്ലൈന്റ് ആയിക്കൊണ്ട് നിർത്തിയിട്ട് അടവടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ അല്ലേ? അടവടച്ച് പോവാണ്. അപ്പൊ ഒരുപാട് പാവപ്പെട്ടവര് ഇതുപോലെ ചെറിയ പൈസക്ക് വണ്ടി കിട്ടുമല്ലോ, എണ്ണ അടിക്കാൻ കാശില്ലാത്തോണ്ടാലോ ഈ ഇലക്ട്രിക് തേടിയത്. അങ്ങനെ കുടുങ്ങിയ ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു 5 കോടി രൂപ മുതലുണ്ടാവും ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ ആരോട് പറയാനും? ജനങ്ങൾ പിന്നെയും വിഡ്ഢികളാക്കുക. അപ്പൊ മക്കളെ ഇഞ്ഞിക്ക് തെറ്റ് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ എന്തേലും പാർട്സ് ആയിട്ട് നിങ്ങളെ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരാം നിങ്ങൾക്ക് ഇതിന്റെ പാർട്സുകൾ. വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയിക്കോളി. ഇതിന്റെ ഫോളോവർ ആയിരിക്കാന്നുള്ള ഒറ്റ കണ്ടീഷനുള്ളൂ. ഇതായിട്ട് അതേലും ഉപകാരപ്പെടട്ടെ.